നിങ്ങൾ ചക്ക കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ അതാ കഴിക്കുന്നത് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ചക്ക കട്ട്ലേറ്റിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. കട്ട്ലേറ്റ് മാത്രമല്ല, ബിരിയാണി, മിക്സ്ചർ, അതേപോലെ വേറെ ഒരുപാട് ഐറ്റംസ്. ഇതൊരു സാധാരണ ഒരു കുക്കിംഗ് ക്ലാസ് അല്ല കേട്ടോ. ഇതൊരു ജാക്ക് ഫ്രൂട്ടും കൊണ്ട് എങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളൊരു ക്ലാസ്സാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, ജസ്റ്റ് ചക്ക വേവിക്കുന്നു അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുന്നു. പക്ഷെ അതിനപ്പുറമായിട്ട് ചക്കയുടെ ഒരു സാധനം പോലും വേസ്റ്റ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാം എന്നുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ് എടുത്ത് പത്മിനി എന്ന് പറഞ്ഞൊരു ട്രെയിനറാണ്. എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി ഒരുപാട് അറിയാൻ കിട്ടി. എല്ലാവരും വളരെ ആവേശത്തോടെയാണ് ഈ ക്ലാസ് ജോയിൻ ചെയ്തതും അതേപോലെ പങ്കെടുത്തതും കേട്ടോ. അതേപോലെ എല്ലാ ആൾക്കാർക്കും ഒരുപാട് ടിപ്സ് കിട്ടി കേട്ടോ അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറയാം. ചക്ക അരക്ക് കൈ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി, ഉപ്പ്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിനാഗിരിക്ക് പകരം നാരങ്ങ നീര്, ഈ 3 സാധനം കൂടെ ചേർത്ത് നമ്മൾ കയ്യിലിങ്ങനെ പുരട്ടുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചക്ക അരക്ക് പറ്റത്തില്ല. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെയുള്ള ക്ലാസ് ഉണ്ടല്ലോ, നമ്മളെ പഠിപ്പിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും സെൽഫ് കോൺഫിഡൻസും കൂടിയാണ്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് അല്ല. ക്ലാസ്സിൽ നമ്മൾ അറിയുന്നത് ഒരു ജാക്ക് ഫ്രൂട്ടിനെ കുറിച്ചല്ല, നമ്മൾ ഓവറോൾ എല്ലാവരെയും കുറിച്ച് അറിയുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നു. പിന്നെ അവരൊരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഈ ഒരു ഫെർട്ടിലൈസർ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് പോകുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബൈ.